സ്വാഗതം. ഇന്ന് ഈസ്റ്റർ ആയിരുന്നു. അതനുസരിച്ച് നമ്മൾ രാവിലെ ഒരു മാങ്ങാക്കറി വെച്ചു. പിന്നെ എന്താണ് പന്നി അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് ഫ്രൈ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നലെ വച്ചതായിരുന്നേ ബീഫിൻ്റെ കറി. എന്തെന്ന് കോട്ടയത്തു നിന്ന് കൊണ്ടുവന്ന ഈ പൂത്തിൻ്റെ വാരി എന്ന് പറയും. വാരി നന്നായിട്ട് ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന കറിയാണ് കേട്ടോ അത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പന്നിയിറച്ചി മേടിച്ചു. മീൻ വാങ്ങാൻ പോയപ്പോൾ മീനൊന്നും കിട്ടിയില്ല. വലിയ 750 രൂപയുടെ കാളാഞ്ചി മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടത് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ക്ലീനിങ് ദിവസമാണ്. ഇവിടെ എല്ലാം അടിച്ചു തൂത്ത് വാരി അവിടെ കൂട്ടി വെച്ചേക്കാണ്. വൈകുന്നേരം ആകുമ്പോൾ അത് കത്തിച്ച് കളയാനുള്ളതാണ് കേട്ടോ. കരിയിലകളൊക്കെ രാവിലെ എഴുന്നേറ്റ് അംഗം തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി പുല്ലുകളും കാര്യങ്ങളൊക്കെ പറിച്ച് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഏതാണ്ട് 1:30-2 മണിയായിട്ടോ. അത് കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്ലീനിങ്ങിലേക്ക് തുടങ്ങിയേക്കാണ്. ജനലുകളൊക്കെ തുറന്നിട്ട് എല്ലാത്തിൻ്റെയും മാറാലകളും പൊടികളും ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയേക്കണേ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാവിലെ തന്നെ അലക്കി എല്ലാ കർട്ടനുകളും അലക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം 2:30-3 മണി ആയപ്പോഴത്തേക്കും ഉണങ്ങി അത് നിലത്ത് ചാടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിത്തെ ക്ലീനിങ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഓരോ തുണികൾ എടുക്കാൻ കേട്ടോ. നമ്മുടെ ഒരു റോസാപ്പൂവ് ആണ് കേട്ടോ. അത് എടുത്തപ്പോൾ ഇങ്ങനെ വലിച്ച് പിടിക്കാറുന്നേ. നിറയെ മുട്ടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തെങ്ങാണ്. ആദ്യമായിട്ട് ഒരു തേങ്ങ ഉണ്ടായേക്കണതാണ് നമ്മുടെ കൊഴുപ്പിള്ളിക്കാവിലെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കണയാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ മന്ദാരം എന്ന് പറയുന്ന പൂവാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാന്താരി ഒരു 3 കട കാന്താരി ഉണ്ട്. അതിലെല്ലാത്തിലും കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേപ്പും തൈ കുറേ മുറിച്ചിട്ടുണ്ട്. വലിയൊരു വേപ്പും നമുക്കുണ്ട്. അതിൽ നിറയെ വേപ്പിലകളുണ്ട് കേട്ടോ. വീട്ടിലുള്ള കാരണം കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. അധികം കറികൾക്ക് ഞാൻ വേപ്പില ഇടാറില്ല. കാരണം ഇവിടെ വന്ന് പറിക്കാനുള്ള മടി കൊണ്ട്. കാശ് കൊടുത്ത് മേടിക്കേണ്ടതാണെങ്കിൽ എല്ലാം മേടിച്ചുകൊണ്ട് വയ്ക്കും. നമ്മുടെ വീട്ടിലുള്ള കാരണം കൊണ്ട് ഇടൽ ഭയങ്കര കുറവാണ്. പക്ഷേ അവിയൽ, മോരുകറി അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ വേപ്പില ഇടും കേട്ടോ. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണേ. സൈഡിൽ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നതാണ്. അപ്പുറം സൈഡിലേക്ക് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വളർന്നു വരാൻ വേണ്ടി കണ്ടോ. ഇവിടെയൊക്കെ നീറ്റാക്കിയിട്ട് നമ്മൾ രാവിലെ നിറയെ പുല്ലായിരുന്നു. അതിന് മുമ്പുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിറയെ പുല്ലെന്ന് വെച്ചാൽ നിറയെ പുല്ലായിരുന്നു. ഫുള്ള് പുല്ലുകളെല്ലാം ചെത്തി പറിച്ചെടുക്കാനുള്ളത് പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള അത് മാത്രം അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പഴയ അദ്വൈതിൻ്റെ സൈക്കിളാണ് കേട്ടോ ഇത്. അസ്ഥികൂടം പോലെ ഇരിക്കുകയാണ്. അതിൻ്റെ ടയറൊക്കെ അമ്പാടി ഊരി മാറ്റിയായിരുന്നു. ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ പണിയായത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്പാടിയുടെ കൂട്ടുകാരന്മാരാണ് വന്നിട്ട് പോയത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുണികൾ മൊത്തം എടുത്തില്ലായിരുന്നു. രണ്ടാമത് വീണ്ടും തുണിയൊക്കെ എടുക്കാൻ പോയി. തുണിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് അകത്ത് ഇടുകയാണ്. അപ്പോൾ ഈ അവന്മാർ അവിടെ കുളമാണ്. കുളത്തിൽ നോക്കാൻ വേണ്ടി വന്നേക്കണയാണ് കേട്ടോ. ഞാനും അമ്മയും കൂടിയിട്ടാണ് തുണിയൊക്കെ എടുക്കുന്നത്. കുറേ തുണിയുണ്ടെന്ന് വെച്ചാൽ കുറേ തുണി ഉണ്ടാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർട്ടനുകൾ കുറേ എല്ലാ ജനലുമേയുള്ള കർട്ടനുകൾ ഉണ്ടാവുമല്ലോ. ഓരോ 3 പാളിയാണ് ഒരു ജനൽ. അപ്പോൾ ഓരോ പാളിക്ക് ഓരോ കർട്ടൻ വീതം ഇങ്ങനെയുള്ള അത്രയും കർട്ടനുണ്ട് കേട്ടോ. രാവിലെ നല്ല ജോലിയായിരുന്നു. ഇത് നമ്മുടെ പാടത്തിൻ്റെ കരയിലുള്ള ഒരു അഴ കെട്ടിയിട്ടാണ് നമ്മൾ അവിടെ. അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നമുക്ക്. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിയായത് എടുത്തിട്ട് ജോലികൾ നോക്കുകയാണ്. ഇന്ന് ഇത് മാറാല തൂക്കലും കാര്യങ്ങളൊക്കെ ഇന്നത്തോടുകൂടി തീരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞിട്ടൊരു 4 മണി ആവാറായപ്പോഴത്തേക്കും ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് മൊത്തം റൂമൊക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ നാളായി നോക്കി കഴിഞ്ഞപ്പോൾ അടിച്ചു തൂത്ത് വാരിപ്പോൾ ഒരു പോളിഷ് കിട്ടിയതാണ്. ഞാൻ അതിട്ട് കയ്യിലിട്ടും കാലിലിട്ടു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി വർത്താനം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ. ഓക്കെ.